I don't know if you know this, but growing up, I was never close to my mom. എന്തുകൊണ്ടായിരുന്നു എന്നോട് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല കേട്ടോ. എൻ്റെ പണ്ടത്തെ കാലഘട്ടത്തിൽ ഐ വാസ് ആക്ച്വലി വെരി ക്ലോസ് ടു മൈ ഡാഡ്, പക്ഷേ നോട്ട് വിത്ത് മൈ മോം. പിന്നെ ഞാൻ കോളേജ് പഠിക്കുന്ന കാലമായപ്പോഴത്തേക്ക് എൻ്റെ അച്ഛൻ ദുബായിൽ നിന്ന് നാട്ടിലേക്ക് പോയി. എന്നിട്ട് ഒരു വർഷം കഴിയുന്ന നേരത്തെ എൻ്റെ ചേട്ടനും തിരിച്ച് നാട്ടിലേക്ക് പോയി അച്ഛൻ്റെ കൂടെ നിൽക്കാനായിട്ട്. ആ സമയം ഇറ്റ് വാസ് ജസ്റ്റ് മീ ആൻഡ് മൈ മോം. പ്രോബബ്ലി ആ ഒരു സമയമായിരിക്കും ഞാനും എൻ്റെ അമ്മയും കുറച്ചുകൂടെ ക്ലോസ് ആയത്. ബിക്കോസ് ഞങ്ങൾ രണ്ടുപേരും ലൈഫ് എന്താ ഇനി എങ്ങനെയാണ് മുമ്പോട്ട് പോകേണ്ടതെന്ന് ഫിഗർ ഔട്ട് ചെയ്യുന്ന ഒരു സമയമായിരുന്നു. എൻ്റെ അമ്മ ഒരു സ്കൂൾ ടീച്ചർ ആയതുകൊണ്ട് തന്നെ ഒരു സ്കൂൾ ടീച്ചറിൻ്റെ സ്ട്രിക്ട്നെസ്സോട് കൂടിയാണ് കേട്ടോ എന്നെ വളർത്തിയത്. എന്നെ മാത്രമല്ല എൻ്റെ ചേട്ടനെയും. പക്ഷെ ചേട്ടൻ കുറച്ചുകൂടെ ഒരു ഫ്രീ ബേർഡ് ആയിരുന്നു. പക്ഷെ എന്നെ ഒത്തിരി സ്ട്രിക്റ്റോടെ വളർത്തിയത് കൊണ്ടായിരിക്കാം ഗ്രോയിങ് അപ്പ് എനിക്ക് ആ ഒരു അറ്റാച്ച്മെന്റ് അമ്മയായിട്ട് സത്യം പറഞ്ഞ ഇല്ലായിരുന്നു കേട്ടോ. പീപ്പിൾ സേ എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ റീസൺ, റൈറ്റ്? സോ മേ ബി എൻ്റെ അച്ഛനും ചേട്ടനും ടെമ്പററി ആയിട്ട് നാട്ടിൽ പോയി താമസിച്ചതിൻ്റെ റീസൺ വാസ് ഫോർ മീ ആൻഡ് മൈ മോം ടു ഗെറ്റ് ക്ലോസ്. സിൻസ് ദെൻ റൈറ്റ് സംതിങ് ഇൻ മീ ആക്ച്വലി ചേഞ്ച്. സ്ലോലി എൻ്റെ അമ്മ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആവാൻ തുടങ്ങി കേട്ടോ. ലൈക്ക് ലിറ്ററലി എൻ്റെ ലൈഫിൽ നടക്കുന്ന എല്ലാം, ലിറ്ററലി ഈച്ച് ആൻഡ് എവറി സിംഗിൾ തിങ്, കോളേജിൽ എന്തെങ്കിലും നടന്നാലോ, അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ബോയ് ഫ്രണ്ട്സ് ആയിട്ട് എന്തെങ്കിലും നടന്നാലോ, ഗേൾ ഫ്രണ്ട്സ് ആയിട്ട് എന്തെങ്കിലും നടന്നാലോ, അല്ലെങ്കിൽ ഓഫീസിൽ എന്തെങ്കിലും നടന്നാലോ, ലിറ്ററലി ഐ സ്റ്റാർട്ടഡ് ഷെയറിങ് എവറിത്തിങ് വിത്ത് ഹർ. ആൻഡ് ഐ ആം ആക്ച്വലി സോ ഹാപ്പി ദാറ്റ് ഇറ്റ് ടേൺഡ് ഔട്ട് ഇങ്ങനെ. ഓക്കെ ബൈ.